നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന എപ്പിസോഡ് നമ്മുടെ ഗെയിം സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9 ഗെയിമുകളാണ് നോക്കാൻ പോകുന്നത്. 10 ആക്കാൻ പറ്റിയില്ല, ഒരുപാട് തെരഞ്ഞു കിട്ടിയില്ല. ഒന്നാമത്തത് സ്പീഡ് സ്റ്റോം. ഈ ഗെയിം ആക്ച്വലി ഗെയിം ലോഫ്റ്റ് ഒരുപാട് നാൾക്ക് ശേഷം ഇറക്കിയിട്ടുള്ള ഒരു ഗെയിമാണ്. ഈ ഗെയിം നമ്മുടെ ബീച്ച് ബഗി റേസിംഗ് എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്, നിങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ആ ഗെയിമിൻ്റെ ഒരു അഡാപ്റ്റേഷൻ എന്ന് പറയാം. പക്ഷേ ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് മിക്കി മൗസും അതുപോലെ തന്നെ ഡിസ്നിയുടെ കുറേ ക്യാരക്ടേഴ്സാണ്. ഓരോ സമയവും ഓരോ ക്യാരക്ടേഴ്സിനെ നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ആദ്യം നമുക്ക് കിട്ടുന്നത് മിക്കി മൗസാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഗെയിമിനകത്ത് നിങ്ങൾ റേസ് ചെയ്തിട്ട് 4ാം സ്ഥാനമാണ് നിങ്ങൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ മിക്കി മൗസിൻ്റെ മുഖത്ത് ഭയങ്കര വിഷമമൊക്കെ വരും. അപ്പോൾ ഭയങ്കര ഡൈനാമിക് ആയിട്ടുള്ളൊരു ഗെയിമാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൺട്രോൾസ് ഭയങ്കര പാടാണ്. ആക്ച്വലി നമുക്ക് ഫ്രണ്ടിൽ പോണ വണ്ടീനെയൊക്കെ ബോംബൊക്കെ ഇട്ട് കൊല്ലാനൊക്കെ പറ്റും. പക്ഷേ നേരെ ചുവ ബോംബ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ വല്ലവൻ്റെയും വായിലോ അല്ലെങ്കിൽ അപ്പുറത്തെ പറമ്പിലോ ഒക്കെ പോയി വീഴും. അതുമാത്രമല്ല ഇതിൻ്റെ കൺട്രോൾസ് ഭയങ്കര മെസ്സി ആയിട്ടുള്ള കൺട്രോളാണ്. പക്ഷേ ഗെയിം കളിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അഡിക്റ്റീവാണ്. രണ്ടാമത്തെ ഗെയിം അക്വാറ്റിക്ക. ഈ അക്വാറ്റിക്ക എന്ന് പറഞ്ഞ ഗെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സ്കൂബ ഡൈവറാണ്. അപ്പോൾ നമ്മൾ സ്കൂബ ഡൈവ് ചെയ്തതിന് ശേഷം ആ കടലിൻ്റെ അകത്തുള്ള കുറേ കളഞ്ഞു പോയിട്ടുള്ള കുറേ സാധനങ്ങളും ആർട്ടിഫാക്ട്സ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യണം. അതാണ് നമ്മുടെ ഒരു ബേസിക് ടാസ്ക്. എന്നാൽ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള മിഷൻ വരുന്നത് നമ്മുടെ ഒപ്റ്റിക് ഫൈബർ കേബിൾ കടലിൻ്റെ അകത്തൂടെ പോകില്ലേ, ഈ ഒപ്റ്റിക് ഫൈബർ കേബിൾ പൊട്ടി കിടക്കുന്നതൊക്കെ റിപ്പയർ ചെയ്യുക. അതുമാത്രമല്ല ചിലപ്പോൾ വലിയ വലിയ മീനുകൾ വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യും. ഇങ്ങനെയുള്ള ഒബ്സ്റ്റിക്കിൾസ് ഒക്കെ കടന്ന് ഗെയിമിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു ടാസ്ക്. ഇത് ഭയങ്കര വലിയ ഗെയിമൊന്നുമല്ല, പക്ഷേ കളിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഫണ്ണായിട്ടുള്ളൊരു ഗെയിമാണ്. മൂന്നാമത്തെ നമ്മുടെ ഗെയിം സെൻലെസ് സോൺ 0 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിമാണ്. ഇത് ആക്ച്വലി ഒരു ആനിമെ എന്ന് പറയാൻ പറ്റില്ല, ആനിമെ ആയിട്ട് എന്തൊക്കെയോ ഒരു കണക്ഷനുള്ളൊരു ഗെയിമാണ്. 15 GB ആണ് ഈ ഗെയിമിൻ്റെ സൈസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഗെയിം നമുക്ക് ഒരുപാട് ഡൗൺലോഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ മാത്രം ഇത് ഡൗൺലോഡ് ചെയ്താൽ മതി. ഗെയിമിൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു വാളും കുന്തമൊക്കെ കിട്ടും. ഇത് വെച്ചിട്ട് കുറേ ഏലിയൻസിനെ നമ്മൾ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ടാസ്ക്. പക്ഷേ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഗെയിം പ്ലേ ആണ്. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു 4 ഏലിയൻ ഒരുമിച്ച് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരും. അപ്പോൾ അതിനെയൊക്കെ പോയി ഇങ്ങനെ വെട്ടിക്കുത്തി ഇടുക. ഒരു പവർ പഞ്ച് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ പവർ പഞ്ച് ഉപയോഗിച്ചിട്ട് അതിനെ വലിച്ച് കീറി കളയുക. ഇങ്ങനെയുള്ള കുറേ ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള പരിപാടികളുണ്ട്. സോ ഇങ്ങനത്തെ ഗെയിം അഡ്വഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫൈറ്റിംഗ് ഗെയിമുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ. പക്ഷേ എന്തോ ഒരുപാട് നാളായിട്ട് സ്ഥിരമായിട്ട് വരുന്ന ഗെയിമിൽ നിന്ന് ഇച്ചിരി ഡിഫറൻസ് ഉള്ളതായിട്ട് തോന്നി. ഗ്രാഫിക്കൽ ഇംപ്രൂവ്മെൻറ്റ്സും അതുപോലെ തന്നെ ഗെയിമിൻ്റെ ഫിസിക്സ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത് ഓഷൻ ഹോൺ. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര സ്ലോ ആയിട്ട് പോകുന്നൊരു ഗെയിമാണ്. നല്ല ഗ്രാഫിക്സ് ഉണ്ട്, നല്ല ഗെയിം ഫിസിക്സ് ഉണ്ട്, ഭയങ്കരമായിട്ട് സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സൗണ്ട് ഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയ്യൻ, ഒരു കൊച്ചു പയ്യനുണ്ട്, അവൻ്റെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ എക്സ്പ്ലോർ ചെയ്ത് നിധി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇവൻ ഈ നടക്കുന്ന സമയത്തുള്ള സൗണ്ട് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. ഇവൻ തറയിൽ നടക്കുന്ന സമയത്ത് ഒരു സൗണ്ടും, സ്റ്റെപ്പ് കയറുന്ന സമയത്ത് വേറൊരു സൗണ്ടും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒബ്ജക്റ്റിൻ്റെ പുറത്ത് കയറുന്ന സമയത്ത് വേറൊരു സൗണ്ടൊക്കെയാണ്. അതുമാത്രമല്ല ഇതിനകത്ത് ഓരോ മിഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധിയും കൂടി ഉപയോഗിക്കണം. ചില സമയത്ത് ഒരു ഡോർ അവിടെ അടഞ്ഞിരിക്കും. ആ ഡോർ തുറക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബട്ടൺ അമർത്തണം. ആ ബട്ടൺ അമർത്തിക്കൊണ്ടിരുന്നാലേ തുറന്നിരിക്കുകയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, അവിടെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ പൊക്കിക്കൊണ്ട് വന്ന് ആ ബട്ടൻ്റെ പുറത്തിട്ട് ഗേറ്റ് തുറന്ന് അതിൻ്റെ അകത്തുകൂടി പോകണം. അപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയട്ടെ, നമുക്ക് കാമായിട്ടിരുന്ന് കുറച്ച് ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് കളിക്കാൻ പറ്റിയ ഒരു കിടിലൻ ഗെയിം. സ്പൈഡർ ഫൈറ്റർ 3D. ഇത് മാർവലിൻ്റെ ഒന്നുമല്ല, ജസ്റ്റ് സ്പൈഡർമാൻ്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് വലയൊക്കെ ഇട്ട് വില്ലന്മാരെയൊക്കെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ടാസ്ക്. പക്ഷേ ഈ ഒരു ഗെയിം എല്ലാ ഫോണിലും സപ്പോർട്ട് ആവില്ല. ഇപ്പോൾ എൻ്റെ ഫോൺ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ ഗെയിമുകളെല്ലാം ട്രൈ ചെയ്തത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് റിവ്യൂ ചെയ്ത് OnePlus Nord 4 Nord 4 എന്തുകൊണ്ടും ഇത് വർക്ക് ആവുന്നില്ല. അതേപോലെ തന്നെ കുറച്ചുകൂടി ഹൈ എൻഡ് ആയിട്ടുള്ള ഫോണിൽ ഇട്ട സമയത്ത് അത് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. വർക്കായാൽ വർക്കായി, ഇല്ലെങ്കിൽ ഇല്ല. പക്ഷേ ഗെയിം പ്ലേ ഒക്കെ ഭയങ്കര സ്മൂത്താണ്, ഭയങ്കര ഗ്രാഫിക്സ് ഉണ്ട്. അതുമാത്രമല്ല ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു ഗെയിമല്ല, പക്ഷേ സിമ്പിളാണ്. ബട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ഇവർ ചെയ്തിട്ടുള്ളത്. സോംബി ഫയർ 3D. പേര് കേൾക്കുമ്പോൾ ഭയങ്കര ഏതോ ഒരു ലോക്കൽ ഗെയിമായിട്ട് തോന്നുമെങ്കിലും പക്ഷേ ഗ്രാഫിക്സ് വൈസ് വേറെ ലെവലാണ്. ഇതിനകത്തുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എയിം അസിസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. ഈ സോംബീസ് ഭയങ്കര പവർഫുള്ളാണ്. സോംബീസിൻ്റെ തലയിലല്ല നിങ്ങൾ വെടിവെക്കുന്നതെന്നുണ്ടെങ്കിൽ സോംബീസ് ചാവാൻ ഭയങ്കര പാടാണ്. നമ്മുടെ കയ്യിൽ കിട്ടുന്ന തോക്കുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ റീലോഡിങ്ങിന് സമയം എടുക്കുന്ന തോക്കുകളാണ്. അതായത് റിവോൾവർ, അതുപോലെ തന്നെ ഷോട്ട് ഗൺ. ഈ ഷോട്ട് ഗണ്ണിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഷോട്ട് ഗൺ വയ്ക്കപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ സോംബിയുടെയൊക്കെ കാലൊക്കെ ആയിരിക്കും അറ്റു പോകുന്നത്. പക്ഷേ ഈ സോംബി ഇങ്ങനെ എഴഞ്ഞ് വരും. അപ്പോൾ ഒരുപാട് സോംബീസ് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു ടാസ്ക്കാണ്. ഇതിനകത്ത് നമ്മൾ എയിം ചെയ്യേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ടായതുകൊണ്ട് തന്നെ എയിമും കറക്റ്റായിട്ട് കിട്ടൂല. മൊത്തത്തിൽ പറഞ്ഞാൽ ഈ ഇടയ്ക്ക് ഞാൻ കളിച്ചതിൽ കുറച്ച് ടഫായിട്ടുള്ളൊരു സോംബി ഗെയിമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ആ സോംബിയുടെ ഫിസിക്സും അതുപോലെ സോംബിയുടെ ആ ഒരു ടെക്സ്ചറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഭയങ്കര നല്ലതാണ്. ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത് സ്ട്രൈക്ക് ഫോഴ്സ്. സ്ട്രൈക്ക് ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
മാർവലിൻ്റെ ഒരു ഗെയിമാണ്, അടിപൊളി ഗെയിമാണ്, വേറെ ലെവൽ. ഇതിൻ്റെ അകത്തുള്ളതിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗെയിമാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ മാർവലിൻ്റെ ഗാർഡിയൻസ്, അതുപോലെ തന്നെ വില്ലൻസ്, ഹീറോസ്, അവഞ്ചേഴ്സ് ഇവരെല്ലാവരും ഇതിനകത്തുണ്ട്. സത്യം പറഞ്ഞാൽ ആദ്യത്തെ നമ്മുടെ മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പൈഡർമാൻ ആയിരിക്കും. നമ്മുടെ എതിരെ വരാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് ആരാണെന്നറിയാമോ? നിഞ്ച ടർട്ടിൽസ്. അപ്പോൾ നിഞ്ച ടർട്ടിൽസിനെയാണ് നമ്മൾ അടിച്ചിടേണ്ടത്. ആൻഡ് ഈ മിഷൻസിനെല്ലാം നമ്മളെ പറഞ്ഞു വിടുന്നത് നമ്മുടെ ആരാണ്? നിക് ഫ്യൂരി ആണ്. അത് മാത്രമല്ല, നിക് ഫ്യൂരിയുടെ നിക് ഫ്യൂരി ഒരുമാതിരി ഒരു സ്കെൽട്ടൺ ആയിട്ടല്ലേ ഇരിക്കുന്നത്. ഇതിനകത്ത് കുറച്ചുകൂടി മസിലൊക്കെ വന്നിട്ടുള്ള ഒരു മാസീവ് നിക് ഫ്യൂരിയും നമുക്കൊരു ക്യാരക്ടറായിട്ട് കിട്ടും. നിക് ഫ്യൂരിനെ വെച്ചിട്ട് നമുക്ക് അടിയും പിടിയൊക്കെ കൂടാം. ഒരു ടീമിൽ 3 പേരായിരിക്കും, എതിർവശത്തുള്ള ടീമിൽ 3 പേരായിരിക്കും. നമ്മൾ പിക്ക് ചെയ്യുന്ന 3 പേരെന്ന് പറയുന്നത്, ഒന്ന് സ്പൈഡർമാൻ ആണെങ്കിൽ വേറെ 2 മാർവൽ ക്യാരക്ടേഴ്സ് കിട്ടും. ഈ 3 പേരായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യണം. അതായത് സ്പൈഡർമാൻ്റെ അബിലിറ്റീസ് ഉപയോഗിക്കണം. ഇപ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക ആണെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ അബിലിറ്റീസ് ഉപയോഗിക്കണം, വോൾവറിൻ്റെ അബിലിറ്റീസ് ഉപയോഗിക്കണം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വോൾവറിൻ അപ്ഡേറ്റും വന്നിട്ടുണ്ട്, ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ഗെയിം സോംബീസ്റ്റ്. വേറൊരു സോംബി കില്ലർ ഗെയിമാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാട്ട് ഞാൻ പറഞ്ഞത്, ഇത് നമ്മുടെ ഡെഡ് എഫക്റ്റുമായിട്ട് ഭയങ്കര സിമിലറാണ്. നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നമുക്ക് എന്താണ്, ഓരോ സോംബീസ് ഇങ്ങനെ വരുമ്പോൾ സോംബീസിനെ വെടിവെച്ച് കൊല്ലാം. ഇതിനകത്ത് വെടിവെക്കാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം എയിം അസിസ്റ്റ് ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് സോംബിയുടെയൊക്കെ തലയിൽ തന്നെ നമ്മുടെ കർസർ വന്നിരിക്കും. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് പാർട്ട്, നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഓരോ ഗണ്ണുകൾ അപ്ഗ്രേഡ് ചെയ്ത് പോകാൻ പറ്റും. ആദ്യം റിവോൾവർ ആയിരിക്കും, പിന്നെ മെഷീൻ ഗണ്ണായിരിക്കും, പിന്നെ വേറെ ലൈക്ക് ഏലിയൻ ഗണ്ണായിരിക്കും. അവസാനം നമുക്കൊരു എബിലിറ്റി കിട്ടും. അതായത് നമുക്ക് സോംബി ആവാൻ പറ്റും. ആക്ച്വലി നമ്മുടെ കയ്യിൽ സോംബിയുടെ കൈയാവും. അതായത് മറ്റേ നഖമൊക്കെ വന്നിട്ടുള്ള വലിയ കൈ കിട്ടും. ഒരു ഫസ്റ്റ് പേഴ്സൺ ഷൂട്ടറാണ്. ആ നഖം വെച്ചിട്ട് നമുക്ക് സോംബീസിനൊക്കെ വലിച്ച് കീറാൻ പറ്റും. ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. ട്രൈ ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. വലിച്ച് കീറുന്നുണ്ടല്ലോ എല്ലാത്തിനും കൂടെ, പൊളിയാണ്. ഫൈനലായിട്ടുള്ള നമ്മുടെ ഗെയിം ബ്രൗണി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ? ബ്രൗണിയുടെ ഒരു ഗെയിമാണ്. ഇതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ബ്രൗണികളുടെ ഒരു നാട്, ആ നാട്ടിലെ ഒരു ബ്രൗണിയാണ് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ സൈൻ ബോർഡ് നോക്കി ഓരോ കോയിൻസൊക്കെ കളക്ട് ചെയ്ത് നമ്മളൊരു എൻഡ് പോയിന്റിലേക്ക് എത്തണം. ഇതെന്തുകൊണ്ട് പരിചയപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ബ്രൗണികൾ സംസാരിക്കും. ഈ ബ്രൗണിയുടെ നാട്ടിൽ വേറെ ബ്രൗണികളുണ്ടല്ലോ. ഈ ബ്രൗണികൾ സംസാരിക്കുന്നത് ഭയങ്കര ക്യൂട്ടാണ്. ലൈക്ക് എന്തോ ഒരു സാധനം എനിക്ക് ഈ ഗെയിമിൽ ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നി. അത് നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഏത് ഗെയിമും കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞേക്കാം. ബട്ട് സ്റ്റിൽ ഈ ഗെയിം എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. അപ്പോൾ എൻ്റെ ആ ഒരു മൈൻഡ് സെറ്റുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഈ ഗെയിം ഇഷ്ടപ്പെടും. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സജഷൻ തരാം. ഈ ബ്രൗണിയുടെ ഗെയിം ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നു ഇല്ലേ എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 9 ആൻഡ്രോയിഡിൻ്റെ അകത്ത് നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്ന കിഡിലൻ ഗെയിമുകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗെയിംസ് സജഷനായിട്ട് തരാനുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കരുതുന്നത്. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ.